വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിജയം നൽകുന്നവൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. 430 വർഷമായി മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. ഫറവോനും അവന്റെ സൈന്യത്തിനുമെതിരെ നിലകൊള്ളാനുള്ള ശക്തിയോ അവസരമോ ഇല്ലായിരുന്നു. അവർ ഒരു പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. ഭയങ്കരമായ അടിമത്തത്തിൽ, ഒപ്പം അഭിനയിക്കാനും കഴിയുന്നില്ല. പരാജയത്തെക്കുറിച്ചാണ് അവർക്ക് ചിന്തിക്കാനാകുന്നത്. പരാജയ ചിന്തയോടെയാണ് അവർ ജീവിതം നയിച്ചത്. എന്നാൽ ഫറവോന് ഒരു വലിയ സൈന്യമുണ്ടായിരുന്നു. അവനെ ഉപദേശിക്കാൻ ധാരാളം മന്ത്രവാദികളും ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് അവനെതിരെ നിൽക്കാനും യുദ്ധം ചെയ്യാനും കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് അവർക്ക് വിജയം നൽകുവാൻ തീരുമാനിച്ചു. എന്നാൽ മിസ്രൈമിൽ നിന്ന് മോചിക്കപ്പെടാനുള്ള പോരാട്ടത്തിൽ അവർ എങ്ങനെ പോരാടും? കർത്താവ് അവർക്ക് നൽകിയ ഒരേ ഒരു ആയുധം പെസഹ കുഞ്ഞാടിന്റെ രക്തമായിരുന്നു. ആ യുദ്ധായുധത്തിന് 2 കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. ഒന്നാമതായി, അത് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുടുംബങ്ങളെയും മൂടുകയും സംരക്ഷിക്കുകയും ചെയ്തു. പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിച്ച വീടുകളിൽ മരണദൂതന് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിക്കാത്ത വീടുകളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതന്മാരുടെ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു. അതെ, കുഞ്ഞാടിന്റെ രക്തം നമ്മെ സംരക്ഷിക്കുക മാത്രമല്ല, യുദ്ധത്തിന്റെ ഒരു ശക്തമായ ആയുധമായി വർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ യുദ്ധായുധങ്ങൾ ജഡീകമല്ല, കോട്ടകളെ തകർക്കാൻ ദൈവത്തിൽ ശക്തമാണ് എന്ന് 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. അതുപോലെ വിശുദ്ധ ഗ്രന്ഥം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യത്തിൽ അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു, മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല എന്ന് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കെതിരെ എഴുന്നേറ്റ ഫറവോന്മാർ ആരാണ്? നമ്മുടെ കർത്താവായ യേശുവിന്റെ രക്തം നിങ്ങളുടെ എല്ലാ ശത്രുക്കളുടെ മേലും തളിക്കുക. യേശുവിന്റെ രക്തത്തിൽ ജയമുണ്ടെന്ന് പ്രഖ്യാപിക്കുക. അപ്പോൾ എല്ലാ ചെങ്ങലകളും തകർക്കപ്പെടും, എല്ലാ പ്രതിരോധവും അപ്രതീക്ഷമാകും. കർത്താവ് നിങ്ങളെ നിറയ്ക്കുകയും വാക്കിലും ശക്തിയിലും ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ആർക്കും നിങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയുകയില്ല. ആട്ടിൻകുട്ടിയുടെ രക്തത്താൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക മാത്രമല്ല, മിസ്രൈമ്യരെ കൊള്ളയിടുകയും സ്വർണവും വെള്ളിയുമുള്ള വസ്തുക്കളുമായി മിസ്രൈം വിട്ടു. 430 വർഷം നീണ്ടുനിന്ന അടിമത്തം പെസഹ കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. ദൈവമക്കളെ, എല്ലാ ബന്ധനങ്ങളും തകർക്കാൻ യേശുക്രിസ്തുവിന് കഴിയും. എല്ലാ പാപകരമായ ശീലങ്ങളും അവന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എഫേസ്യർ 1-ാം അധ്യായം 7-ാം വാക്യം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോബ് 11, 12, 13 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.